BJPക്ക് തുല്യമായ ഒരു പരിഗണന ഈ ചർച്ചയിൽ നൽകാത്തതിന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗോപികൃഷ്ണനോട് സ്നേഹപൂർവ്വം ഞാൻ പരിഭവിക്കുക. മെയ് 4-ാം തീയതിക്ക് ശേഷം ഞങ്ങൾക്കും തുല്യമായ പരിഗണന നിങ്ങൾ നൽകേണ്ട വരുമെന്നുള്ള ഒരു സ്നേഹപൂർവ്വം ഞാൻ അങ്ങോട്ട് പറയുകയാണ്. BJPയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും ആ ആശങ്ക ഏറ്റവും കൂടുതലുള്ള ഇടതുപക്ഷത്തിനാണ്. കാരണം ഭാരത് കൊച്ചോടി പറഞ്ഞല്ലോ, കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും ഒരു വ്യക്തിപൂജയുടെ അതായത് നമുക്ക് വ്യക്തിപൂജയുടെ അങ്ങേയറ്റം നമുക്ക് കാണാൻ പറ്റും. അത് ക്യൂബയിലും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിന്റെ കാര്യത്തിലും ഇപ്പോൾ ചൈനയിലും ഉത്തര കൊറിയയിലും ഒക്കെ നടക്കുന്ന പോലെയുള്ള ഒരു പ്രതികരണങ്ങളും പ്രചരണങ്ങളുമാണ് കേരളത്തിൽ നടന്നത്. ഭയാനകമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സിലൂടെ ആ പണം ഒഴുക്കുന്നു. ഉത്തരേന്ത്യയിലെ മാധ്യമം റിപ്പോർട്ട് ചെയ്തതുപോലെ ഉത്തര കൊറിയയിലൂടെ യാത്ര ചെയ്തതാണ് ഇപ്പോൾ കേരളത്തിൽ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. അത് അവരുടെ ഭയം കൊണ്ടാണ്, തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരുന്നതിന് ഭയം കൊണ്ടാണ്. ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് രാജീവ് പിതാർക്ക് ഒരു മറുപടിയുണ്ട്. കാലിസ്ഥാമത്തെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഭൂമിയിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള വിഘടനവാദമായിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളാണ്, നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഒടുവിൽ അത് തിരിഞ്ഞുകുത്തി നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും എടുക്കേണ്ട സാഹചര്യം വന്നു. ഇന്നും വിദേശ രാജ്യം, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലെ അമേരിക്ക, എസ്പെഷ്യലി കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് ഭീഷണിയായിട്ട് സംഘടന നിൽക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന് പാലോട്ടി വളർത്തുക. അതാണ് അതിനുള്ള മറുപടിയായിട്ട് ഞാൻ പറയുന്നത്. ഒരു കാര്യോട് ഞാൻ പ്രത്യേകം പറയാം, എനിക്ക് 1 മിനിറ്റോട് സമയം തരണം. കേരളം മാറി ചിന്തിക്കുന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാൽകുമാർ പറഞ്ഞൊരു വാദത്തോട് ഞാനും യോജിക്കുകയാണ്. അതായത് ഒരു വേവ് ഉണ്ടായില്ലെങ്കിൽ ഇവിടെ LDF ഭരണം തുടരും എന്നത് അത് കൃത്യമായ നിരീക്ഷണ. ആ വേവാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരെ കേരളം ചിന്തിക്കുന്നത്. ആ വേവൂടെ കേരളത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവർ ഭയങ്കര ആശങ്കയിലാണ്. ഇനി ഒന്നുകൂടെ പറയാം, ചരിത്രത്തിലാദ്യമായിട്ട് ഈ വാചകം പൂർത്തിയിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൽ CPM-നെ വെല്ലുവിളിക്കാൻ കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും മുതിർന്ന നേതാക്കളുണ്ടായിരിക്കുന്നു. ഈ CPM-നെതിരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും തലവെട്ടിക്കളയുന്നൊരു സാഹചര്യത്തിലുണ്ടായിരുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഈ പാർട്ടിക്കെതിരെ ആളുകൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിൽ തളിപ്പറമ്പ് ഒരു പക്ഷേ അതിന്റെ വിമത നേതാവ് മത്സരം ജയിക്കാനും അമ്പലപ്പുഴ ഷുവർ സീറ്റായിട്ട് മാറാനുള്ള കാരണം ഇടതുപക്ഷത്തിന് വന്നിരിക്കുന്ന അപജയമാണ്, പ്രത്യേകിച്ച് CPM-ന്. അതിന് കാരണം അവർ തന്നെയാണ്, സ്വയം കൃതാർത്ഥമാണ്. കേരളത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കൊടുക്കുന്ന മെസ്സേജുകൾ അത് എത്രയ്ക്ക് നെഗറ്റീവ് ആണെന്നുള്ളൊരു ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിനോടൊരു യാത്ര ചെയ്താൽ മാത്രം മതി. ഒറ്റ കാര്യം പറയാം, ഇതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് കേരളം അടുത്തു, കേരളത്തിലെ ജനങ്ങളും അടുത്തു, വികസനം മാത്രവും സുരക്ഷയും പറയുന്ന NDAയ്ക്കൊപ്പം കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിർണായക ശക്തിയായി നിയമസഭയിൽ ഞങ്ങളുണ്ടാവും, യാതൊരു സംശയമില്ല. ഏതായാലും ശ്രീ റിജി ലൂക്കോസ്, BJPക്കായാലും ഇനി താങ്കൾ നാളെ മറ്റേതെങ്കിലും പാർട്ടിയിലാണെങ്കിലും ശ്രീ റിജി ലൂക്കോസ്, ഞാൻ ക്ഷണിച്ച അതിഥി എന്ന നിലയിൽ തുല്യമായ സമയം തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇത്തവണ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ ദയവായി ക്ഷമിക്കുക. അടുത്ത തവണ ഞാൻ അത് തീർച്ചയായും ഉറപ്പാക്കിയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.